ആൻഡ് മേക്ക് എ ഡിഫറൻസ്. നമ്മളൊരു ഡിഫറൻസ് കൊണ്ടുവരിക. എല്ലാവരും സഞ്ചരിക്കുന്ന ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കാതെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാനായിട്ട്. ടീച്ചേഴ്സ് us about our own nature ആണ് ഉത്തരം. our own nature. it teaches us about our own നേച്ചർ. രസസൂത്രയാണ് വിഭാവ അനുഭാവ വ്യഭിചാരി സംയോഗത് രസനിഷ്പത്തി എന്ന് പറയുന്നത്. ഈസ്തറ്റിക് റെലിഷനെയാണ് അല്ലെങ്കിൽ സുപ്രീം ഡിലൈറ്റിനെയാണ് രസ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് ഓർക്കുക. വിച്ച് അമംഗ് ദി ഫോളോവിങ് ഈസ് എ ട്രൈസിലാബിക് വേർഡ്. ഇതിൽ ട്രൈസിലാബിക് വേർഡ് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ആൻസർ സി ആണ്. വെൽക്കം ടു എൻട്രി ആപ്പ്. ഇന്ന് നമ്മൾ HSA ഇംഗ്ലീഷിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് ഒരു വ്യക്തമായ ധാരണ കുട്ടികൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 2022 ഇയറിലെ HSA എക്സാമിൻ്റെ HSA ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്. ഇതിൽ ലിറ്ററേച്ചർ, ഫോണറ്റിക്സ്, ടീച്ചിങ് മെത്തഡോളജി, ക്രിറ്റിസിസം പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഏതൊക്കെ രീതിയിലുള്ള ചോദ്യങ്ങളാണ് വന്നത് എന്നൊക്കെ വ്യക്തമായി മനസ്സിലാക്കി നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഇവിടെ ഒരു ഷേക്സ്പിയറിയൻ മോട്ടിവേഷൻ വെച്ച് തന്നെ നമ്മൾക്ക് ഈ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യം നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്നതാണ്. ഇവിടെ നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു വാചകമാണ് അല്ലെങ്കിൽ ഒരു ഷേക്സ്പിയറിയൻ കോട്ടാണ്, ഓൾ ദി വേൾഡ്സ് എ സ്റ്റേജ് ആൻഡ് ഓൾ ദി മെൻ ആൻഡ് വുമൻ മിയർലി പ്ലെയേഴ്സ് എന്നത്. അതായത് ഈ ലോകം ഒരു ഗ്രാൻഡ് സ്റ്റേജ് പോലെയാണ്. ഇവിടെ എൻഡ്ലെസ് ആയിട്ടുള്ള അവസരങ്ങളാണ് നമ്മളുടെ മുന്നിൽ വന്നു ചേരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ റോൾ, നമ്മളുടെ ആ ഒരു ലക്ഷ്യത്തിലോട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ റോൾ വ്യക്തമായിട്ട് പ്ലേ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതുപോലെ നമ്മളുടെ പാഷൻ ഫോളോ ചെയ്യാനും നമ്മൾ ശ്രമിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈച്ച് മൊമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ചാൻസ് ആണ്, ഒരു അവസരമാണ് അല്ലേ? എന്തിനാണ്? സ്പോട്ട് ലൈറ്റിൽ നമ്മൾ എത്തിച്ചേരാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ സ്പോട്ട്ലൈറ്റിൽ ആവാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് നമ്മളുടെ മുന്നിൽ വന്നു ചേരുന്നത്. അത് വിനിയോഗിക്കുക എന്നതാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. ആൻഡ് മേക്ക് എ ഡിഫറൻസ്. നമ്മളൊരു ഡിഫറൻസ് കൊണ്ടുവരിക. എല്ലാവരും സഞ്ചരിക്കുന്ന ആ ഒരു പാതയിലൂടെ സഞ്ചരിക്കാതെ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇവിടെ ഒരു ഷേക്സ്പിയറിയൻ മോട്ടിവേഷനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതായത് നിങ്ങളുടെ മുന്നിൽ വരുന്ന അവസരങ്ങളെ നിങ്ങൾ തിരിച്ചറിയുക, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ലിറ്ററേച്ചർ ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ആദ്യത്തെ ചോദ്യമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നെയിം ദി ഷേക്സ്പിയറിയൻ ക്രിറ്റിക് who argues that Macbeth begins by unleashing the terrible threat of destructive maternal power and demonstrates the helplessness of its central male figure before that power എന്നത്. ഇത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമല്ല, വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ചോദ്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്രിറ്റിക്കൽ കമൻസിന് ഒരു ഫോക്കസ് കൊടുത്ത് തന്നെ നമ്മൾ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ജാനറ്റ് ആഡൽമാൻ ആണ്. ജാനറ്റ് ആഡൽമാൻ ആണ് ഉത്തരമായിട്ട് വരുന്നത്, അതായത് ഓപ്ഷൻ ഡി. അപ്പോൾ ജാനറ്റ് ആഡൽമാനെ കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഒരു അമേരിക്കൻ ഷേക്സ്പിയർ സ്കോളറാണ്, ലിറ്റററി ക്രിറ്റിക്കാണ്, പ്രൊഫസർ ഓഫ് ഇംഗ്ലീഷ് അറ്റ് ദി യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയാണ് എന്നോർക്കുക. ആഡൽമാൻ്റെ മോസ്റ്റ് പ്രോമിനൻറ്റ് വർക്ക്സ് ഒരു ബുക്ക് ലെങ്ത് ക്രിറ്റിക്കാണ്. വില്യം ഷേക്സ്പിയറിൻ്റെ പ്ലേയുടെ ഒരു ക്രിറ്റിക് ആണ് ഇവരുടെ വർക്ക്സിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഒരു സൈക്കോ അനാലിറ്റിക് അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് റീഡിംഗ് ഓഫ് ആൻ്റണി ആൻഡ് ക്ലിയോപാട്ര, അതുപോലെ തന്നെ ദി മെർച്ചൻ്റ് ഓഫ് വെനീസിൻ്റെയൊക്കെ ഈ ഒരു ക്രിറ്റിക്, അതായത് ജാനറ്റ് ആഡൽമാൻ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്തിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കൂൾ ഫോർ സ്കാൻഡൽ വാസ് ഫസ്റ്റ് പെർഫോംഡ് ഇൻ ലണ്ടൻ അറ്റ് ഡാഷ് ഓൺ 8th May 1777. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു ഇയർ അല്ലെങ്കിൽ ഇയറിൻ്റെ ഇമ്പോർട്ടൻസ്, ഡേറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഡ്യൂറി ലെയിൻ തിയേറ്ററിലാണ് ഇത് പെർഫോം ചെയ്യപ്പെട്ടത് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ തിയേറ്റർ അല്ലെങ്കിൽ പെർഫോം ചെയ്യപ്പെട്ട വർഷമൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ഡ്യൂറി ലെയിൻ തിയേറ്റർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഓൾഡ് പിക്ചറാണ് ഈ മേളിൽ കാണുന്നത്. ഇവിടെ അതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്തത് നോക്കൂ. Upon his return to Hertfordshire, whose death does Jack announce to Miss Prism
ആൻഡ് ഡോക്ടർ ചോസബിൾ. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഏർണസ്റ്റ് ആണ്. ഏർണസ്റ്റ്, അതായത് ദി ഇമ്പോർട്ടൻസ് ഓഫ് ബീങ് ഏർണസ്റ്റിലെ ചോദ്യമാണിത്. ഓസ്കർ വൈൽഡിൻ്റെ വർക്കാണ് എന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ആൻസർ ഡി ഓപ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹിഗിൻസ് ക്ലെയിംസ് ദാറ്റ് ഇംഗ്ലീഷ് ഈസ് ദി ലാംഗ്വേജ് ഓഫ്. അപ്പോൾ ഇവിടെ ഹിഗിൻസ് ഇംഗ്ലീഷ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് എന്ന രീതിയിൽ ഇംഗ്ലീഷ് ഈസ് ദി ലാംഗ്വേജ് ഓഫ് ഷേക്സ്പിയർ, മിൽട്ടൺ ആൻഡ് ബൈബിൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഹിഗിൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ നമ്മൾക്കറിയാം ജോർജ് ബെർണാഡ് ഷായുടെ പിഗ്മാലിൻ എന്ന വർക്കിലെ ക്യാരക്ടറാണ്. അദ്ദേഹമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ആ ഒരു കോട്ടൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം. റിമെമ്പർ ദാറ്റ് യു ആർ എ ഹ്യൂമൻ ബീയിങ് വിത്ത് എ സോൾ ആൻഡ് ദി ഡിവൈൻ ഗിഫ്റ്റ് ഓഫ് articulate speech, that your native language is the language of Shakespeare and Milton and the Bible, and don't sit there crooning like a bilious pigeon എന്ന രീതിയിലുള്ളൊരു സെൻറ്റൻസ് ആണ്, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അദ്ദേഹത്തിൻ്റെ. ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നുമുള്ളൊരു ലൈനാണ് നമ്മൾക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. വാട്ട് ഡസ് നോറ ബ്രിങ് ഇൻ ടു ദി കോട്ടേജ് അറ്റ് ദി ബിഗിനിങ്. ഞാൻ നേരത്തെ പറഞ്ഞു പ്രോപ്പർട്ടീസിനെ ബേസ് ചെയ്ത് വരെ ക്വസ്റ്റ്യൻസ് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോറ, വാട്ട് ഡസ് നോറ എന്ന ക്യാരക്ടർ ഏത് വർക്കിലെയാണ്? ദി ഡോൾസ് ഹൗസ് എന്ന വർക്കിലെയാണ്. ഈ ക്യാരക്ടർ കോട്ടേജിലോട്ട് ഓപ്പണിംഗ് സീനിൽ കൊണ്ടുവരുന്നത് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ് ആണ് കൊണ്ടുവരുന്നത്. ബണ്ടിൽ ഓഫ് ക്ലോത്ത്സ്. അപ്പോൾ നിങ്ങൾക്ക് നോറ ആൻഡ് ക്രിസ്മസ്, ആ ഒരു ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്നൊരു പിക്ചർ ഇവിടെ കാണാൻ സാധിക്കുന്നു. ഡോൾസ് ഹൗസ് ഓപ്പൺസ് ഓൺ എ ക്രിസ്മസ് ഈവ്. ഇവിടെ നോറ ഹെൽമർ എന്ന ക്യാരക്ടറാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നോറ ഹെൽമർ enters her well furnished living room. The setting of the entire play carrying several packages ആണ്. അതിൽ ബണ്ടിൽ ഓഫ് ക്ലോത്ത്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആൻസർ ഇവിടെ സി ഓപ്ഷൻ ആണ്. വിച്ച് ഈസ് നോട്ട് വൺ ഓഫ് ദി എസ്ട്രോഗൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഇത് ഓരോ ക്യാരക്ടർ സ്കെച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ എസ്ട്രോഗൻ, വെയിറ്റിംഗ് ഫോർ ഗോദോയിലെ എസ്ട്രോഗൻ്റെ ക്യാരക്ടറിനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഇഗോട്ടിസ്റ്റിക്കലാണ്. അപ്പോൾ ഇവിടെ ഉത്തരം സി എന്ന ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു വർക്കിനെ ബേസ് ചെയ്ത് മറ്റൊരു കാര്യം കൂടി ഓർത്തിരിക്കുക. നത്തിങ് ഹാപ്പൻസ്, നോബഡി കംസ്, നോബഡി ഗോസ്, ഇറ്റ്സ് ഓഫുൾ എന്ന കോട്ട് വരുന്നതും ഏത് വർക്കിലാണ്? വെയിറ്റിംഗ് ഫോർ ഗോദോ, സാമുവൽ ബെക്കറ്റിൻ്റെ വർക്കാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി റെസ്റ്റോറൻറ്റ് വേർ ഹാപ്പി ആൻഡ് ബിഫ് ടേക്ക് വില്ലി. ഇവിടെ ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര് ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ് ആണ്. ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ്. നിങ്ങൾക്കിവിടെ ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ്, അതായത് ഡെത്ത് ഓഫ് എ സെയിൽസ്മാൻ എന്ന വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പിക്ചറിൽ ഫ്രാങ്ക്സ് ചോപ്പ് ഹൗസ് എന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർ വാട്ട് ഡസ് ടോം പേ മെമ്പർഷിപ്പ് ഡ്യൂസ് വിത്ത് ദി മണി ഇയർ മാർക്ഡ് ഫോർ ദി ഇലക്ട്രിസിറ്റി ബിൽ എന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. ബി എന്ന ഓപ്ഷനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ദി യൂണിയൻ ഓഫ് മെർച്ചൻറ്റ് സീമെൻ. ദി യൂണിയൻ ഓഫ് മെർച്ചൻറ്റ് സീമെൻ ആണ് ഇവിടെ ഉത്തരം. അപ്പോൾ നമുക്ക് ഗ്ലാസ് മെനാജറി എന്ന വർക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ മലയാളം ഫിലിം അഡാപ്റ്റേഷൻ ആണ് അകലെ എന്ന പൃഥ്വിരാജിൻ്റെ ഫിലിം എന്ന് ഓർക്കുക. അപ്പോൾ ആൻസർ ബി, ദി ഗ്ലാസ് മെനാജറി. യൂണിക്കോൺ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിമ്പലാണ് ഈ വർക്കിലെ എന്നുകൂടി ഓർത്തിരിക്കുക. നാഗമണ്ഡല ഈസ് ബേസ്ഡ് ഓൺ 2 folk stories which Karnad heard from his guru. ആരാണ് ഗുരു? AK രാമാനുജനാണ്. ബി AK രാമാനുജനാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. AK രാമാനുജൻ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് നാഗമണ്ഡല എന്ന വർക്ക് എഴുതിയിട്ടുള്ള ഗിരീഷ് കർണാടിനെയാണ്. അദ്ദേഹത്തിൻ്റെ വർക്കാണ് നാഗമണ്ഡല. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ AK രാമാനുജനാണ് എന്ന് ഓർക്കുക. ഇനി എലൈൻ ഷോവാൾട്ടറിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്, അതായത് ക്രിറ്റിസിസം ഏരിയയിൽ നിന്നുള്ള ചോദ്യം. എലൈൻ ഷോവാൾട്ടേഴ്സ് പ്രൈം ഏരിയ ഓഫ് റിസർച്ച് അതേതാണ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രൈം ഏരിയ ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് ഹിസ്റ്റീരിയ ആൻഡ് മാഡ്നസ് ഇൻ വുമൺ ആണ്. ഹിസ്റ്റീരിയ ആൻഡ് മാഡ്നസ് ഇൻ വുമൺ ആണ്. ഇവിടെ നിങ്ങൾക്ക് എലൈൻ ഷോവാൾട്ടറിൻ്റെ പിക്ചർ കാണാൻ സാധിക്കുന്നു. കൂടാതെ ഷോവാൾട്ടർ ഡെവലപ്പ് ദി കോൺസെപ്റ്റ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ഗൈനോക്രിറ്റിക്സ്, അതായത് ഒരു ടേം ആണ്, സ്റ്റഡി ഓഫ് വുമൺ ആസ് റൈറ്റേഴ്സ്. അതിന് വേണ്ടിയിട്ട് എലൈൻ ഷോവാൾട്ടർ കോയിൻ ചെയ്ത ടേമാണ് ഗൈനോക്രിറ്റിക്സ് എന്ന് പറയുന്നത്. കൂടാതെ ഹെർ മോസ്റ്റ് ഇന്നോവേറ്റീവ് വർക്ക് ഇൻ ദിസ് ഫീൽഡ് ഈസ് ഇൻ മാഡ്നസ് ആൻഡ് ഹിസ്റ്റീരിയ ഇൻ ലിറ്ററേച്ചർ. According to Bharata,
Rasa is the result of Vibhava, Anubhava and Vyabhichari Bhava combining to form dash എന്നാണ് ചോദിച്ചത്. ഇത് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റഡ് ആയിട്ടാണ് ചോദിച്ചത്. നമ്മൾ പഠിച്ചിരുന്നു വിഭാവ, അനുഭാവ, വ്യഭിചാരി സംയോഗ, രസനിഷ്പത്തി എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ഇവിടെ സ്ഥായി ഭാവയാണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്ഥായി ഭാവ ഇതും ക്രിറ്റിസിസം എന്ന ഏരിയയിൽ നിന്നും വന്നിട്ടുള്ള ചോദ്യമാണ്. ആൻസർ സി. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഭരതയുടെ രസസൂത്രയാണ് വിഭാവ, അനുഭാവ, വ്യഭിചാരി സംയോഗത്, രസനിഷ്പത്തി എന്ന് പറയുന്നത്. ഈസ്തെറ്റിക് റെലിഷനെയാണ് അല്ലെങ്കിൽ സുപ്രീം ഡിലൈറ്റിനെയാണ് രസ എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ രസനിഷ്പത്തി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഡിറ്റർമിനൻസ്, അതായത് വിഭാവ, കോൺസിക്വൻസ് അനുഭാവ ആൻഡ് ട്രാൻസിറ്ററി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഫ്ലീറ്റിംഗ് ആയിട്ടുള്ള ഇമോഷൻസ് വ്യഭിചാരി ഭാവ. ഇവിടെ നിങ്ങൾക്ക് നവരസ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം രസ ബേസ് ചെയ്ത് നമ്മൾ നവരസങ്ങൾ ഏതൊക്കെയാണ് എന്നറിഞ്ഞിരിക്കണം. ശൃംഗാര, ഹാസ്യ, കരുണ, രൗദ്ര, വീര, ഭയാനക, ഭീവത്സ, അദ്ഭുത, ശാന്ത. ഇത് കൂടി ഒന്ന് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി നെക്സ്റ്റ്, വേർ ഡസ് ദി മോസ്റ്റ് ഓഫ് ദി ആക്ഷൻ ഇൻ ദി നോവൽ ബ്ലൂവെസ്റ്റ് ഐ? ടോണി മോറിസൻ്റെ ബ്ലൂവെസ്റ്റ് ഐ നിങ്ങൾക്കിവിടെ പിക്ചർ കാണാം. എവിടെയാണ് മോസ്റ്റ് ഓഫ് ദി ആക്ഷൻ ഈ നോവലിൽ നടക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ലൊറെയ്ൻ ആണ്. ഓഹിയോ, ലൊറെയ്ൻ ആണ് എന്നോർത്തിരിക്കുക. ലൊറെയ്ൻ. നിങ്ങൾക്കിവിടെ ബ്ലൂവെസ്റ്റ് ഐയുടെ പിക്ചർ കാണാൻ സാധിക്കുന്നു. Now, what do baby കൊച്ചമ്മ ആൻഡ് കൊച്ചുമറിയ ഹാവ് ഇൻ കോമൺ? ഇത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ളത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു ഫീച്ചറാണ്, ക്യാരക്ടർ സ്കെച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ഫീച്ചറാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഉത്തരം കണ്ടെത്തുക. നമ്മളുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് അരുന്ധതി റോയിയുടെ വർക്കാണ്. ആൻസർ ഇവിടെ ബി ആണ്. ദേ ബോത്ത് ലീവ് sedentary lives and watch television. They both live sedentary lives and watch television എന്നതാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ പിക്ചർ നിങ്ങൾക്ക് കാണാം. ഐമനം ആ ഒരു സെറ്റിംഗ്, ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൻ്റെ സെറ്റിംഗ് ആയിട്ടുള്ള വരുന്ന വീടും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നു. നെക്സ്റ്റ് വൺ, ബൈ പ്രൊഫഷൻ ദി പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് റൂട്ട്സ് ആൻഡ് ഷാഡോസ് ഇന്ദു ഈസ്. ഇന്ദു എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ദു ഒരു ജേർണലിസ്റ്റ് ആണ്. Now next is, who is Santiago's hero? സാന്റിയാഗോ എന്ന ക്യാരക്ടർ വളരെ ഫേമസ് ആയിട്ടുള്ള ദി ഓൾഡ് മാൻ ആൻഡ് ദി സീ എന്ന വർക്കിലെയാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ സാന്റിയാഗോയുടെ ഹീറോ ജോ ഡിമാഗിയോ ആയിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഏണസ്റ്റ് ഹെമിംഗ്വേയുടെ ഓൾഡ് മാൻ ആൻഡ് ദി സീയിലെ ഫേമസ് കോട്ട് കൂടി കാണാൻ സാധിക്കുന്നു. അതായത് എ മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് നോട്ട് ഡിഫീറ്റഡ് എന്നതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. വിത്ത് ഹൂം ഡസ് നെപ്പോളിയൻ പ്ലേ cards at the end of the novel Animal Farmൻ്റെ എൻഡിൽ നെപ്പോളിയൻ ആരുടെ കൂടെയാണ് കാർഡ്സ് പ്ലേ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് പിൽക്കിങ്ടൺ ആണ്. മിസ്റ്റർ പിൽക്കിങ്ടണിൻ്റെ കൂടെയാണ് എന്ന് ഓർക്കുക. പിൽക്കിങ്ടൺ. ഇവിടെ ജോർജ് ഓർവെലിൻ്റെ ആനിമൽ ഫാമിലെ ഒരു ഫേമസ് കോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ്. വാട്ട് ഈസ് ദി നെയിം ഓഫ് ദി വില്ലേജ് നിയർ വുദറിംഗ് ഹൈറ്റ്സ്? വുദറിംഗ് ഹൈറ്റ്സിൻ്റെ അടുത്തുള്ള ഒരു വില്ലേജിൻ്റെ പേരാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ത്രഷ് ക്രോസ് ഗ്രേഞ്ച് കാണാൻ സാധിക്കുന്നു. അതുപോലെ നമ്മുടെ വുദറിംഗ് ഹൈറ്റ്സ് അതിൻ്റെ അടുത്തുള്ള വില്ലേജാണ് ജിം മേർട്ടൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെറ്റിംഗ് ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി തരുന്നൊരു ചോദ്യമാണ് വുദറിംഗ് ഹൈറ്റ്സിലെ വില്ലേജിനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യം. അപ്പോൾ വുദറിംഗ് ഹൈറ്റ്സ് വളരെ ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു വർക്കാണ്. ഇവിടെ എമിലി ബ്രോണ്ടിയുടെ വുദറിംഗ് ഹൈറ്റ്സിലെ വരികൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കുന്നൊരു വർക്കാണ് വുദറിംഗ് ഹൈറ്റ്സ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 38 ക്യാൻസൽ ചെയ്യപ്പെട്ട ചോദ്യമാണ്. ഫോസ്റ്റർ സേസ് ദാറ്റ് വെൻ ദി ലവ് എൻഡ്സ് ഡാഷ് സ്റ്റാർട്ട്സ്. ഇത് ക്യാൻസൽ ചെയ്യപ്പെട്ട ചോദ്യമാണ്, അതുകൊണ്ട് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. The essay on the rule of the road by A.J. Gardiner is taken from the anthology. ഏത് ആന്തോളജി? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആന്തോളജി കളക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ ഏത് ആന്തോളജിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് എന്നതാണ് ചോദ്യം. ആന്തോളജി ലീവ്സ് ഇൻ ദി വിൻഡ് എന്ന വർക്കിൽ നിന്നും, എന്ന ആന്തോളജിയിൽ നിന്നുമാണ് ഈ ഒരു എസ്സേ എടുത്തിട്ടുള്ളത്. ഓൺ ദി റൂൾ ഓഫ് ദി റോഡ് എന്ന് പറയുന്നത്.
ദി ട്രംപറ്റ് ക്ലബ് വാസ് പബ്ലിഷ്ഡ് ഇൻ ദി ഇയർ. ഇവിടെ ഇയർ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ ഡേറ്റും ഇയറും നമ്മൾ പഠിച്ചിരിക്കണം. ഓരോ വർക്കിൻ്റെ പബ്ലിക്കേഷൻ ഡേറ്റ് പ്ലസ് ഇയർ പഠിച്ചിരിക്കണം എന്നത് ചൂണ്ടിക്കാണിക്കുന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. February 11, 1710. Bacon says that to spend too much of time for studies is, ഇവിടെ നിങ്ങൾക്ക് ബേക്കൻ്റെ എസ്സേയുടെ ഫസ്റ്റ് പേജ് ഇവിടെ കാണാൻ സാധിക്കുന്നു. എസ്സേസ് ആൻഡ് കൗൺസിൽ സിവിൽ ആൻഡ് മോറൽ എന്നാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ടൈറ്റിൽ വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു കോട്ടിൻ്റെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ഒരു കോട്ട് കൊടുത്തിട്ട് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് എന്ന രീതിയിലുള്ളൊരു ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ സ്ലോത്ത് ആണ് ആൻസർ വരുന്നത്. ടു സ്പെൻഡ് ടു മച്ച് ടൈം ഇൻ സ്റ്റഡീസ് ഈസ് സ്ലോത്ത്. സ്ലോത്ത് എന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. സ്ലോത്ത് എന്നതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്ന് ഓർക്കുക. വാട്ട് ഈസ് ഇറാക്കാല? അതായത് നമ്മളുടെ അബോറിജിനൽ ഓസ്ട്രേലിയ, ജാക്ക് ഡേവിസിൻ്റെ അബോറിജിനൽ ഓസ്ട്രേലിയ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. അതിൽ ഇറാക്കാല ട്രൈബിനെ, ഒരു ഓസ്ട്രേലിയൻ ട്രൈബാണ്, അവരെക്കുറിച്ചാണ് മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇറാക്കാലാസ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ട്രൈബാണ്. ദി പോം ആഫ്രിക്ക ഈസ് ഡാഷ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പോം ആഫ്രിക്ക എന്ന് പറയുന്നത് ഒരു ഡ്രമാറ്റിക് മോണലോഗാണ്. ഒരു ഡ്രമാറ്റിക് മോണലോഗാണ് എന്ന് ഓർത്തിരിക്കുക. ഡ്രമാറ്റിക് മോണലോഗ്. നെക്സ്റ്റ് വൺ, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ഡിവൈസ് എംപ്ലോയ്ഡ് ഇൻ ദി പോം ദിസ് ഈസ് എ ഫോട്ടോഗ്രാഫ് ഓഫ് മീ ഈസ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ എംപ്ലോയ് ചെയ്തിട്ടുള്ള പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിറ്റററി ഡിവൈസ് അത് എൻജാപ്മെൻ്റ് ആണ്. എൻജാപ്മെൻറ്റ് ആണ് എന്ന് ഓർക്കുക. ഇവിടെ അതൊരു പോയറ്റിക് ടേം ഫോർ ദി കണ്ടിന്യൂവേഷൻ ഓഫ് എ സെൻറ്റൻസ് ഓർ എ ഫ്രേസ് ഫ്രം വൺ ലൈൻ ഓഫ് പോയട്രി ടു ദി നെക്സ്റ്റ് ആണ്. അതിനെയാണ് എൻജാപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദി സെൽസ് ഇൻ ദി ഹൗസ് ഓഫ് 1,000 doors ആർ കട്ട് ഇൻ ബ്രോൺസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ബ്രോൺസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. നൗ നെക്സ്റ്റ് വൺ, some of the idioms of the poem telephone conversation point out the general geography of സി ആണ് ഉത്തരം. ലണ്ടൻ ആണ്. ജനറൽ ജോഗ്രഫി ഓഫ് ലണ്ടൻ ആണ് പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. Now next one, how many stanzas, lines ഒക്കെ ചോദിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. How many stanzas does the poem because I could not stop for death have എന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ബി ആണ്. ബി 6 stanzas ആണ്. 6 stanzas ആണ് because I could not stop for death എന്ന എമിലി ഡിക്കിൻസണിൻ്റെ വർക്കിൽ ഉള്ളത്. Next one, how many speakers are there in the poem Home Burial? Home Burial എന്ന റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ ഈ ഒരു വർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ, വർക്കിനെ ബേസ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ വളരെയധികം കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും 2 സ്പീക്കേഴ്സ് എന്ന രീതിയിലാണ് ഉത്തരം നൽകിയത്. പക്ഷേ 3 സ്പീക്കേഴ്സ് ആണ്. നറേറ്റർ കൂടി ഉണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ആ ഒരു സെറ്റിംഗ് കാണാൻ സാധിക്കുന്നു. സ്റ്റെയർ കേസ്, ഇവിടെ വൈഫ്, ഇവിടെ ഹസ്ബൻഡ്, ആ 2 ക്യാരക്ടേഴ്സിനെയാണ് എല്ലാവരും ഉത്തരമായിട്ട് നൽകിയത്. പക്ഷേ ഒരു നറേറ്റർ എന്ന രീതിയിൽ ഒരു വ്യക്തി കൂടി നമ്മളുടെ സ്പീക്കേഴ്സ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കണക്കാക്കേണ്ടിയിരുന്നു. അതുകൊണ്ടാണ് 3 സ്പീക്കേഴ്സ് ഈ ഒരു വർക്കിൽ വന്നത്. വെൻ വാസ് ദി പോം ഒബിച്വറി പബ്ലിഷ്ഡ് എന്നതാണ് നെക്സ്റ്റ് ചോദ്യം. ഇതും പബ്ലിക്കേഷൻ ഇയറിനെ ബേസ് ചെയ്തിട്ടാണ്. ബി 1971 ആണ്. ഇൻ വിച്ച് കളക്ഷൻ, ഇവിടെയും കളക്ഷൻ ആണ്. നേരത്തെ നമ്മൾ ആന്തോളജി കണ്ടു, ഇനി കളക്ഷനെ ബേസ് ചെയ്തൊരു ചോദ്യമാണ്. അതായത് നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ നിസിം ഇസിക്കലിൻ്റെ വർക്കാണ്. ഇത് ഏത് കളക്ഷനിലെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദി എക്സാക്ട് നെയിം ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. നൈറ്റ് ഓഫ് ദി സ്കോർപ്പിയൻ എന്ന വർക്ക് നിസിം ഇസിക്കലിൻ്റെ ആണ്. ഈ ഒരു പിക്ചർ നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെ ആ ഒരു സ്റ്റോറിയിലോട്ട് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. നിസിം ഇസിക്കലിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇൻ ദി പോം വെർ ദി മൈൻഡ് ഈസ് വിത്തൗട്ട് ഫിയർ ദ റീസൺ ഈസ് കമ്പയർഡ് ടു എ ക്ലിയർ സ്ട്രീം ആണ്. ക്ലിയർ സ്ട്രീമുമായിട്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇവിടെ റീസണിനെ കമ്പയർ ചെയ്തിട്ടുള്ളത് എന്ന് ഓർക്കുക. റീസൺ. ദി പോം ഡാഡി വാസ് റിട്ടൺ ഓൺ October 12 ഡാഷ്. അപ്പോൾ ഇയേഴ്സ് ആൻഡ് ഡേറ്റ് എന്ന് പറയുന്നത് HSC ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം എത്ര ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇത് 3ാമത്തെ ചോദ്യമാണ്. ബി 1962 1962 ഈ ഒരു വർക്ക് വരുന്നത്.
The poem A Prayer for My Daughter by Yeats is addressed to dash. ആർക്ക് അഡ്രസ് ചെയ്തതാണ്? ആൻ അല്ലേ, ആൻഡ് ഹിസ് ഡോട്ടർ. According to Bertrand Russell, dash is essential to the proper fulfillment of teachers' function. എന്താണ് എസെൻഷ്യൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. സി, ഇൻ്റലക്ച്വൽ ഇൻഡിപെൻഡൻസ്. ഇൻ്റലക്ച്വൽ ഇൻഡിപെൻഡൻസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇൻ്റലക്ച്വൽ ഇൻഡിപെൻഡൻസ്. According to Dr. Radhakrishnan, the humanity is important because it teaches us about our own dash എന്ന് പറയുന്നു. It teaches us about our own nature ആണ് ഉത്തരം. Our own nature. It teaches us about our own nature. Dash is the turning point of incidents. ഇത് നമ്മളുടെ അരിസ്റ്റോട്ടലിൻ്റെ പോയറ്റിക്സിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ ഡാഷ് ഈസ് ദി ടേണിംഗ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. പെർപീഷ്യയാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. പെർപീഷ്യ. According to Wordsworth, dash is not essential to poetry. റൈം ആണോ മീറ്റർ ആണോ എന്നെല്ലാവർക്കും ഡൗട്ട് വരാറുണ്ട്. മീറ്റർ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. മീറ്റർ. Now, touchstone method is a modified method of, touchstone method എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്ക് ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കും. ആരുടെ മെത്തേഡാണ്? ഇറ്റ് ഈസ് ദി മോഡിഫൈഡ് മെത്തേഡ് ഓഫ് ബി, അഡിസൺ അല്ലേ. അഡിസൻ്റെ മോഡിഫൈഡ് മെത്തേഡാണ്. ഇനി നെക്സ്റ്റ് 59th ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. Ode to a Skylark consists of dash stanzas. സ്റ്റാൻസാസിൻ്റെ നമ്പർ ചോദിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സി ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 21 സ്റ്റാൻസാസ് ആണ് Ode to a Skylarkൽ ഉള്ളത് എന്ന് ഓർക്കുക. 21 സ്റ്റാൻസാസ്. നെക്സ്റ്റ് വൺ, ദി ഫൊനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ഓഫ് ദി വേർഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ്റെ ഫൊനറ്റിക് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ ബേസ് ചെയ്ത് എന്തായാലും എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ട്രാൻസ്ക്രിപ്ഷന് ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ പഠിച്ചു വെക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. 2 letter ഗ്രഫീംസ് ആർ കോൾഡ് ഡയഗ്രഫ്സ് ആണ്. ഡയഗ്രഫ്സ് ആണ് 2 letter ഗ്രഫീംസ് എന്ന് പറയുന്നത്. What are the functional morphemes in the following sentence? The old man sat on a chair and told them tales of who എന്ന് പറയുന്നത്. ഫങ്ഷണൽ മോർഫീംസ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. and, but, or, after, that, the and she. ഇതൊക്കെ ഫങ്ഷണൽ മോർഫീംസിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇവർ ഫങ്ഷണൽ വേർഡ്സ് ആയിരിക്കും, അതായത് പ്രോനൗൺസ്, പ്രപ്പോസിഷൻ, കൺജക്ഷൻ, ഡിറ്റർമിനേഴ്സ് ഒക്കെയാണ് ഇതിൽ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഫങ്ഷണൽ മോർഫീംസ് എന്നതിൽ പറയുന്നത് ഏതാണ്? എ ആണ്. എ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. 1 second. എ, ദ, ഓൺ, ആൻഡ്, ദെം, ഓഫ്. അത് ഫങ്ഷണൽ റോളാണ് ഒരു സെൻറ്റൻസിൽ പ്ലേ ചെയ്യുന്നത്. വാട്ട് ഈസ് ദി ബേസിക് ലെക്സിക്കൽ റിലേഷൻ ബിറ്റ്വീൻ ദി ഫോളോവിങ് പെയർ ഓഫ് വേർഡ്സ്? ടേബിളും ഫർണിച്ചറും തമ്മിലുള്ള ബേസിക് ലെക്സിക്കൽ റിലേഷൻ എന്താണ് എന്നതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഫർണിച്ചറിൽ വരുന്നതാണ് ടേബിൾ, ചെയർ, കബ്ബോർഡ്, എക്സെട്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് റിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇതൊക്കെ ഹൈപ്പോനിമിയുടെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. വിച്ച് ഓഫ് ദി ഫോളോവിങ് സെൻറ്റൻസസ് ഡിസ്ക്രൈബ്സ് പോളിസെമി ഇൻ ദി ബെസ്റ്റ് വേ? പോളിസെമി ഏറ്റവും വ്യക്തമായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സെൻറ്റൻസ് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് സി ആണ്. സി, കമ്പ്യൂട്ടർ ചിപ്സ് ആർ ആൻ ഇമ്പോർട്ടൻറ്റ് ന്യൂ ടെക്നോളജി എന്നതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. Now, a word of one type is reduced to form another word of different type. അങ്ങനെയെങ്കിൽ അതിനെ എന്തെന്ന് വിശേഷിപ്പിക്കുന്നു? അതിനെ നമ്മൾ ബാക്ക് ഫോർമേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ബാക്ക് ഫോർമേഷൻ. ഓക്കെ, ബാക്ക് ഫോർമേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഹൗ ഡു യു ഗ്രൂപ്പ് ദി ഫോളോവിങ് ലാംഗ്വേജസ് ഇൻ പെയേഴ്സ് വിച്ച് ആർ ക്ലോസ്ലി റിലേറ്റഡ് ഫ്രം എ ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ? റൊമാനിയൻ, ചെക്ക്, ഡച്ച്, ഫ്രഞ്ച്, ഗെയിലിക്, ജർമ്മൻ, റഷ്യൻ, വെൽഷ്. ഇതിനെ ഏത് ഫാമിലിയിലോട്ടാണ്, ഏത് ഗ്രൂപ്പിലോട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നാണ് ചോദ്യം. ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് എ ആണ്. ആൻസർ എ. റൊമാനിയൻ ആൻഡ് ഫ്രഞ്ച്, ചെക്ക് ആൻഡ് റഷ്യൻ, ഡച്ച് ആൻഡ് ജർമ്മൻ, ഗെയിലിക് ആൻഡ് വെൽഷ് എന്ന രീതിയിലാണ് നമുക്ക് ഈ ലാംഗ്വേജസിനെ ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കുക.
അപ്പോൾ ഇവിടെ ഉത്തരം എ ആണ്. ദി ഫൈനൽ സൗണ്ട്സ് ഓഫ് ലാഫ് ആൻഡ് കഫ് ആൻഡ് ദി ഇനിഷ്യൽ സൗണ്ട് ഓഫ് ഫോട്ടോ ആർ എക്സാമ്പിൾസ് ഓഫ് എന്താണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് പ്ലേസ് ഓഫ് ആർട്ടിക്കുലേഷൻ ബേസ് ചെയ്തിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണാൻ സാധിക്കും, അത് ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. അപ്പോൾ ഇവിടെ ആൻസർ ഡി ആണ് വരുന്നത്. ലേബിയോ ഡെൻറ്റൽ ആണ്. ലാഫ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾക്കത് മനസ്സിലാകുന്നുണ്ട്, നമ്മളുടെ ഫ്രണ്ട് ടീത്തും അതുപോലെ തന്നെ ലിപ്സുമാണ് നമ്മൾ ഈ ഒരു സൗണ്ട് ആർട്ടിക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ലാഫ്, കഫ്. ഓക്കെ, നൗ നെക്സ്റ്റ് ഇവിടെ the terms related to titular ranking of the nobility like duke, marquis, viscount, baron ഇതൊക്കെ എവിടുന്ന് ബോറോ ചെയ്തു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് ഫ്രഞ്ചിൽ നിന്നുമുള്ള ബോറോവിങ് ആണ്, ഫ്രഞ്ച് വേർഡ്സ് ആണ് എന്ന് ഓർക്കുക. ഫ്രഞ്ച് ആണ് ഇവിടെ ഉത്തരം. Many of the common English words have 2 or more forms of pronunciation, one strong and one or more weak ഫോംസും ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു ഫെനോമിനെ എന്താണ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്? അതിനെ ഗ്രഡേഷൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഗ്രഡേഷൻ. Which of the following aspect points to the direct method of teaching? Direct method of teaching നെ സൂചിപ്പിക്കുന്നത് ഇവിടെ it makes direct bond between thought and expression. Direct bond between thought and expression ആണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. Which method emphasizes linguistic competence and performance? Linguistic competence and performance emphasize ചെയ്യുന്നത് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച്. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് അല്ലേ, ഒരു ലിംഗ്വിസ്റ്റിക് കോമ്പീറ്റൻസ് നമ്മൾക്ക് കമ്മ്യൂണിക്കേഷനിലൂടെയാണ് സാധ്യമാകുക. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ചാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി ഈ കൺസോൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ കൺസോളിൻ്റെ പിക്ചർ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ആൻസർ എ ആണ്. ഇൻസ്ട്രക്ടേഴ്സ് റൂമിനെ ലാംഗ്വേജ് ലാബ് ആണ് ഒരു കൺസോൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് നോക്കൂ. Which of the following belongs to the category of function words? ഫങ്ഷൻ വേർഡ്സിൽ വരുന്ന ഫങ്ഷൻ വേർഡ്സിൽ വരുന്നത് ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് കണ്ടൻറ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നൗൺ, വേർബ്, അഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഒക്കെയാണ്. ഈ ഫങ്ഷൻ വേർഡ്സിൽ ആർട്ടിക്കിൾസ്, ഓക്സിലറീസ്, ഡെമോൺസ്ട്രേറ്റീവ്സ്, ക്വാണ്ടിഫയേഴ്സ്, പ്രപ്പോസിഷൻ, പ്രോനൗൺ, കൺജക്ഷൻ ഒക്കെ വരുന്നു. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? പ്രപ്പോസിഷൻ ആണ് അല്ലേ. പ്രപ്പോസിഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. പ്രപ്പോസിഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. Which of the following word is a reciprocal pronoun എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റെസിപ്രോക്കൽ പ്രോനൗൺ ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ റെസിപ്രോക്കൽ പ്രോനൗൺ എന്ന് പറയുന്നത് എന്താണ്? വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ മ്യൂച്വൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 സബ്ജക്ട്സ് ഓർ ഓബ്ജക്ട്സ് ആണ്. ഈച്ച് അതറും വൺ അനദറും മാത്രമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള റെസിപ്രോക്കൽ പ്രോനൗൺസ് എന്ന് പറയുന്നത്. ഈച്ച് അതറും വൺ അനദറും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈച്ച് അതറും വൺ അനദറും. അപ്പോൾ ഇവിടെ ഈച്ച് അതർ നമ്മൾക്ക് ഓപ്ഷനിലുണ്ട്. ഈച്ച് അതറാണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. Which among the following is a trisyllabic word? ഇതിൽ ട്രൈസിലാബിക് വേർഡ് ഏതാണ് എന്ന് ചോദിച്ചിരിക്കുന്നു. ആൻസർ സി ആണ്. ഇംപേഷ്യൻ്റ് ആണ് ട്രൈസിലാബിക് വേർഡ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് മോണോസിലാബിക് വേർഡ്സ് കാണാം, അതുപോലെ ഡൈസിലാബിക് വേർഡ്സ് കാണാം. ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, ശ്രദ്ധിക്കുക, നോട്ടിൽ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ട്രൈസിലാബിക് വേർഡ്സും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഓപ്ഷനിൽ നിന്നും ഇംപേഷ്യൻ്റ് ആണ് ഇവിടെ ട്രൈസിലാബിക് വേർഡ് എന്ന് പറയുന്നത്. Next question. Fill in the blanks with appropriate form of verb. I dash a novel when I heard a knock at the door എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഉത്തരം ബി ആണ്. had been reading. I had been reading a novel when I heard a knock at the door എന്നാണ് ഉത്തരം വരുന്നത്. Next question. Which is the term introduced by Noam Chomsky? Noam Chomsky introduce ചെയ്ത term ഏതാണ് എന്നതാണ് അടുത്ത ചോദ്യം. The actual use of language in concrete situation ഡിഫൈൻ ചെയ്യുന്ന ടേം ആണ് ചോദിച്ചിട്ടുള്ളത്. അതിവിടെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. പെർഫോമൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡാഷ് refers to a set of sounds in which the articulation of each is strongly influenced by the following vowel sounds.
അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എ ആണ്. അപ്രോക്സിമെൻസ് ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. ലിംഗ്വിസ്റ്റിക്സ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ഹു ഈസ് ദി മേജർ എക്സ്പോണൻറ്റ് ഓഫ് ദി സൈലൻറ്റ് വേ? അപ്പോൾ സൈലൻറ്റ് വേ മെത്തേഡിൻ്റെ എക്സ്പോണൻ്റ് ആരാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഹ്യൂമാനിസ്റ്റിക് അപ്രോച്ചിൻ്റെ ഭാഗമാണ് സൈലൻറ്റ് വേ മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ സൈലൻറ്റ് വേ മെത്തേഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു, അതിൻ്റെ എക്സ്പോണൻ്റ് എന്ന് പറയുന്നത് കാലബ് ഗാറ്റഗ്നോ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ HSA ഇംഗ്ലീഷിൻ്റെ PYQ ആണ് ഡിസ്കസ് ചെയ്തത്. 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയത്. അപ്പോൾ ഇതിലെ ലിറ്ററേച്ചർ, ലിംഗ്വിസ്റ്റിക്സ്, ലിറ്റററി ക്രിറ്റിസിസം, ടീച്ചിങ് മെത്തഡോളജിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ രീതിയിലൊക്കെയാണ് നമ്മളുടെ എക്സാമിന് ചോദ്യങ്ങൾ വരുന്നത്. അതുപോലെ നിങ്ങളുടെ പഠനം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഉയർന്ന റാങ്കുകൾ നേടാനായിട്ട് സാധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എക്സാമിനെ കുറിച്ചൊരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാകും. ഏതൊക്കെ ഏരിയാസ് ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്ന് മനസ്സിലായിട്ടുണ്ടാകും. അതനുസരിച്ച് പഠനം മുന്നോട്ട് കൊണ്ടുപോകുക, ഉയർന്ന റാങ്കുകളിൽ എത്താൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.